നാഥൻ കോവിലിൽ തിരുവിടை കണ്ടു മടങ്ങിടുമ്പോ ശാന്ത പൊട്ടും കൺമഷിയും കരിവളയും വാങ്ങിത്തരാം. നില്ല് 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 പെണ്ണേ. ആരപ്പാ ഈ തീപ്പായി അമ്മൻ? കാലങ്ങൾക്കപ്പുറം കാതങ്ങൾ താണ്ടി ശിവഗംഗ എന്നൊരു ഊരിലെത്താം. കണ്ണു നിറയുന്ന കഥ കേൾക്കാം, ഉശിരുള്ള കുയിലിതൻ കഥ കേൾക്കാം. കളകളമൊഴുകും വൈഗതൻ തീരത്ത് ശിവഗംഗ എന്നൊരൂരിൽ ഉദയാൾ പടയുടെ തലവിയായി വന്നൊരു പെണ്ണവൾ കുയിലി. കാവന്റെ വില്ലൊത്ത പുരികക്കൊടി, കാർവണ്ട് പോലുള്ള കണ്ണിനകൾ, ഏഴഴകൊത്തൊരു എണ്ണക്കറുപ്പും ഏതാണും തോൽക്കും മെയ്ക്കറുത്തും പയറ്റിത്തെളിഞ്ഞൊര കുയിലി. ഉദയാൾ പടയുടെ പടനായിക. ശിവഗംഗയിൽ അശാന്തിയെത്തി വെള്ളപ്പട. ശിവഗംഗ കോട്ട പിടിച്ചടക്കി മണ്ണിലൊലിച്ചൊരാരത്തച്ചാലിൽ ചുവന്നു കലങ്ങി വൈഗൈ നദി. പിടയുന്ന ജീവന്റെ നെഞ്ചിൽ ചവിട്ടി ശിവഗംഗ പിടിച്ചടക്കി. റാണിയും സംഘവും ഒളിവിലായി. ആത്മാഭിമാനത്തിൻ കനലെരിഞ്ഞ് മകമുത്തമായി കാത്തിരുന്നു. ആണ്ടിലൊരിക്കൽ ദശമി നാളിൽ കോട്ടയ്ക്കുള്ളിലെ കോയിലെന്ന് ഊരിലെ പെണ്ണാൾക്ക് തൊഴുതിടുവാൻ വെള്ളപ്പട്ടാളത്തിന് അനുമതിയാ. രാവു പകലാക്കി കാത്തിരുന്ന ആ ദിനം അങ്ങനെ വന്നു ചേർന്നു. കരിമിഴിയിൽ കണ്ണെഴുതി ചെഞ്ഞോരം പൊട്ടു തൊട്ട് വട്ട് ചേലഞ്ഞൊറിഞ്ഞൊടുത്ത് ഉദയാൾ പാട. പൂവേന്തിയ താലത്തിൽ ആയുധങ്ങളുമായി ശിവഗംഗ കോട്ടയ്ക്കുള്ളിലെത്തി. നിലയ്ക്കാത്ത നേരത്ത് തീക്കാറ്റുപോൽ വെള്ളപ്പടയിൽ പടർന്നു കേറി. ഉദയാൾ പടയുടെ പോരാട്ട വീര്യത്തിൽ വെള്ളപ്പട്ടാളം പിടഞ്ഞു വീണു. വെള്ളപ്പടയുടെ അടിവേരിളക്കാൻ ആയുധപ്പുരയങ്ങ് തകർത്തിടേണം. കാലത്തിൽ കരുതിയ എണ്ണയുമായി ആയുധപ്പുരയിൽ വെട്ടിത്തെറിച്ചു വെള്ളപ്പടയും. ശിവഗംഗ കോട്ട വിട്ടൊഴിഞ്ഞു, ആ നാടു വിട്ടു വെള്ളപ്പട. പാടി ആ നാടു മുഴുവനും ആ പെണ്ണിൻ ജീവത്യാഗത്തിനായി. തീപ്പായി അമ്മനായി കുടിയിരുത്തി ഒരു നാടു കാക്കാൻ ചാവേറായവൾ ചരിത്രത്താളിലും വന്നതില്ല. ഭാരത മണ്ണിന് മാനം നൽകാൻ മണ്ണായി മാറിയ ജന്മങ്ങളെ